ഹേയ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഞങ്ങൾ ഇന്നുള്ളത് ജോഹോർ ബാരൂലാണ് കേട്ടോ. ഞങ്ങളെ റിലേറ്റീവ്സിൻ്റെ അടുത്ത്. മലാക്കയിൽ നിന്ന് ഞങ്ങൾ ജോഹോറിലെത്തിയപ്പോഴത്തേക്ക് രാത്രി 2 മണിയായിട്ടോ. നമ്മളാണെങ്കിൽ തലേ ദിവസത്തെ എയർ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ രാത്രി 2 മണിക്ക് അവർ നമുക്ക് നല്ല ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. മാത്രമല്ല അത് ഈ വീട്ടിലല്ലായിരുന്നു. ഞങ്ങൾക്ക് അവരുടെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് പിന്നെ ഞങ്ങൾ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തത്. അങ്ങനെ രാവിലെ ഞങ്ങൾ എണീറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ വീടൊന്ന് കാണാമെന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം പോയത് കിച്ചണിലേക്കാണ്. നമ്മുടെ കിച്ചനും അവരുടെ കിച്ചനൊക്കെ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. കിച്ചൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ആണ്. ഇത് കാണുന്നത് അവരുടെ ഒരു സ്റ്റോർ റൂം പോലത്തെ ഏരിയ ആണ്, കുറേ കബോർഡ്സ് ഒക്കെ ആയിട്ട്. അവിടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്തതാണ്. പക്ഷേ സ്കൂൾ റീ ഓപ്പണിങ്ങും പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കല്യാണത്തിന് കൂടാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലാണ് പിന്നെ നമ്മൾ നേരത്തെ ഇവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഞങ്ങൾ രാത്രി എത്തിയ വീട്ടിലാട്ടോ കല്യാണ പെണ്ണൊക്കെ ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും ഒരു കോമൺ ഫുഡ് എന്ന് പറഞ്ഞാൽ റൈസാണ്. രാവിലെ ചോറുണ്ടാവും, ഉച്ചക്കും ചോറുണ്ടാവും, രാത്രിയും ചോറുണ്ടാവും. അതുകൂടാണ്ട് ഫിഷും ഇവിടുത്തെ മെയിൻ ഫുഡാണ്. എസ്പെഷ്യലി നമ്മുടെ നെത്തലൊക്കെ ഇല്ലേ, നെത്തല ഉണക്കിയത്, അത് ഇവരുടെ ഒരു മെയിൻ ഫുഡാണ്. അത് എല്ലാത്തിലും ഇവർ ആഡ് ചെയ്യും. അപ്പോൾ നമ്മളുടെ അന്നത്തെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് മലേഷ്യയിൽ. കാര്യമായിട്ട് നമ്മളൊരു ഷോപ്പിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ജോഹോറിൽ തന്നെ ഷോപ്പിംഗ് ഒക്കെ ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 പേരും അവിടെ അടുത്ത് തന്നെയുള്ള വലിയൊരു മോളിലേക്കാണ് പോയത്. ഞങ്ങൾ 4 ലേഡീസായിട്ടോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയത്. അവിടെ തന്നെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ മിക്കവാറും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല അവിടെ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. കമ്പാരറ്റീവ്ലി ചീപ്പാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലഗേജ് ഉണ്ടായതുകൊണ്ട് കുറച്ച് അധികം ഫ്രൂട്ട്സും അതുപോലെ നല്ല ഇസ്ലാമിക് ആക്സസറീസ്, അതായത് നമ്മളെ ഷോളിൻ്റെ ഉള്ളിലിടുന്ന ക്യാപ്പ്, പിന്നെ നല്ല നല്ല രസമുള്ള ഷോളുകൾ, പിന്നെ ഹാൻഡ് എക്സ്റ്റൻഷൻസ്, സോക്സ്, അങ്ങനെ വെറൈറ്റി ഓഫ് ഇസ്ലാമിക് ആക്സസറീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് അതും വാങ്ങിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും വീട് ഫുൾ ആളാട്ടോ. ബാക്കി നമ്മുടെ റിലേറ്റീവ്സ് നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. കാരണം 12 മണിക്ക് ഞങ്ങൾക്ക് തിരിച്ച് പോകാനുള്ള വണ്ടിയും അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിക്കൂറെങ്കിലും എടുക്കും ഞങ്ങൾ കൊലാലംപൂർ എത്താൻ വേണ്ടിയിട്ട്. ട്രാഫിക് ഉണ്ടെങ്കിൽ അതിലും കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം എന്നുള്ള രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുന്നേ എല്ലാവരും ഞങ്ങളെ കാണാൻ വേണ്ടി വന്നാട്ടോ. ഭയങ്കര രസമായിരുന്നു. ഒരു ഡിഫറെൻറ്റ് കൾച്ചറുള്ള ആളുകളും പിന്നെ അവരുടെ ഭാഷയും ഒക്കെ കേൾക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നിന്ന വീട്ടിലെ ആൻറ്റി ഒരു ടീച്ചറാണ് കേട്ടോ. ആൻറ്റി സാധാരണ വീക്കെൻഡ്സിൽ മാത്രമേ ഈ വീട്ടിലേക്ക് വരാറുള്ളൂ. അപ്പോൾ ആൻറ്റീൻ്റെ വക ഞങ്ങൾക്ക് കുറേ ഗിഫ്റ്റുകളും ഉണ്ടായിരുന്നു. അങ്ങനെ 12 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ 12:30 ഒക്കെ ആയപ്പം അവരുടെ തന്നെ ഹോട്ടലുണ്ട്, അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തെന്ന വണ്ടി. തിരിച്ച് വരുമ്പോൾ ആദ്യം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ 2 ക്യാബിലാണ് വന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരൊറ്റ വണ്ടി അറേഞ്ച് ചെയ്ത് തന്നതാണ്. അങ്ങനെ ഹോട്ടലിൽ കയറി നമുക്ക് വേണ്ടിയ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. മോസ്റ്റ്ലി എല്ലാവരും നൂഡിലും ഫ്രൈഡ് റൈസൊക്കെയാണ് എടുത്തത്. ഇതവരുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പുറത്തെ സൈഡിലൊരു വലിയ സ്പ്രെഡ് തന്നെ ഉണ്ട്. ഇത് അവരുടെ ചായയിൽ ഒഴിക്കുന്ന മിൽക്കാട്ടോ. ഇത് നമ്മളെ നോർമൽ കണ്ടൻസ്ഡ് മിൽക്കല്ല, അവരുടെ പാം ട്രീയിൽ നിന്ന് കിട്ടുന്ന മിൽക്കാണ്. അവിടെ ചായ ഉണ്ടാക്കാൻ എല്ലായിടത്തും ആ മിൽക്കാട്ടോ യൂസ് ചെയ്യുക. നമ്മൾ നോർമൽ മിൽക്കല്ല അവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവിടുത്തെ വലിയ സ്പ്രെഡ് കാണാൻ വേണ്ടി പോയി. പല ടൈപ്പ് ഫുഡ് ഉണ്ട് കേട്ടോ അവിടെ. ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം, നമുക്ക് എന്ത് ഐറ്റമാണോ വേണ്ടത് അത് നമ്മൾ പ്ലേറ്റിൽ നമ്മൾ സെൽഫ് സെർവ് ചെയ്തതിന് ശേഷം അവർക്ക് ആ പ്ലേറ്റ് കൊണ്ട് കാണിക്കണം. അപ്പോൾ അവരതിന് നമ്മളെടുത്ത ക്വാണ്ടിറ്റിയും നമ്മളെടുത്ത ഐറ്റംസും നോക്കിയിട്ട് അതിൻ്റെ പ്രൈസ് ഇടും. അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ അത് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളത് കാണിച്ചിട്ടേ നമ്മൾ കഴിക്കാൻ തുടങ്ങാവൂ. കഴിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ എന്തായാലും അവരെ കാണിക്കണം. ഞങ്ങൾ പക്ഷേ ഇതിൽ നിന്നൊന്നും ചൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ ലൈവായിട്ട് ഉണ്ടാക്കുന്ന നൂഡിൽ, ചിക്കൻ നൂഡിൽ, പിന്നെ ഓംലെറ്റ്, അങ്ങനെ 2-3 ഡിഷസേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങൾക്ക് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് ലഞ്ച് തന്നെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് അവർ നിർബന്ധിച്ചുകൊണ്ടാണ് പിന്നെ ഞങ്ങളവിടെ ലഞ്ച് കഴിക്കാൻ കയറിയത്.
പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ, തേയോ ഐസ് ലെമോ എന്ന് പറഞ്ഞിട്ട്. അത് ഒരു എന്താ പറയുക, ഒരു ഐസ് ടീ പോലത്തെ ഒരു സാധനം. അതിൽ ഈ ലെമണാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ സാധാ ലെമണല്ല, ഒരു സ്പെഷ്യൽ ലെമണാണ്. അത് നമുക്ക് അവിടെ ഗ്ലാസ്സിലായിട്ട് സെർവ് ചെയ്യും. അത് മാത്രമല്ല ഇങ്ങനത്തെ കവേഴ്സിലായിട്ട് നമുക്ക് സെർവ് ചെയ്യും. അപ്പം നമുക്കിങ്ങനെ പാർസലായിട്ട് ഇങ്ങനത്തെ കവറിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പം ഐസ് ടീ അല്ല, ഇത് കോൾഡ് കോഫിയും പിന്നെ മറ്റേത് മൈലോ ആണ്, കോൾഡ് മൈലോ. ഇതെല്ലാം കോൾഡായിട്ടും ഹോട്ടായിട്ടും ഒക്കെ അവർ സെർവ് ചെയ്യും കേട്ടോ. എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് ഒരു ബീച്ച് സൈഡിലേക്കാണ്. ആ ബീച്ച് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ സിംഗപ്പൂർ കാണാമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ധനുഷ്കോടി പോയാൽ അപ്പുറത്ത് ശ്രീലങ്ക കാണാൻ പറ്റൂലേ, അതേപോലെ ഇവിടുത്തെ ഈ ബീച്ചിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ സിംഗപ്പൂർ കാണാം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അത് ഒരു ഹോട്ടലിൻ്റെ താഴെയുള്ളൊരു ബീച്ച് സൈഡാട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കല്യാണം ഉണ്ടെന്ന്. അതിൻ്റെ നിക്കാഹ് ഫങ്ഷൻ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബീച്ച് സൈഡിൽ വെച്ചിട്ടാട്ടോ. അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നും കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, എല്ലാ സ്ഥലവും ഭയങ്കര നീറ്റാണ്, ക്ലീനാണ്, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതുപോലെ തന്നെ കേട്ടോ അവിടുത്തെ ആളുകളും. നമ്മൾ ജോഹോറിൽ വന്ന് തിരിച്ച് കൊലാലംപൂർ എത്തുന്ന വരെ അവർ നമ്മളെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. RNRലൊക്കെ കയറി, അതുപോലെ അവർ വണ്ടി അറേഞ്ച് ചെയ്ത് തന്നു. മാത്രമല്ല നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറേ ഗിഫ്റ്റ്സും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഉപ്പ വീഡിയോസൊക്കെ കുറേ റെക്കോർഡ് ചെയ്ത് നമ്മൾ കുറേ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ തിരിച്ച് ഞങ്ങൾ ഹോട്ടൽ റൂമിൽ എത്തിയപ്പോഴത്തേക്കിനും വൈകിട്ട് 7 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള സൺവേ പുത്ര മോളിൽ പോയി അവിടുന്ന് ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നിന്ന വീട്ടിലെ ആൻറ്റി എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു, ഉമ്മാക്കുണ്ടായിരുന്നു, സെഫിയത്താക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഇതൊരു മലേഷ്യൻ പ്രെയർ ഡ്രസ്സായിരുന്നു കേട്ടോ. ഇത് എൻ്റെ ഫേവറേറ്റ് കളറാണ്. പിന്നെ പിള്ളേർക്ക് കുറച്ച് ചിപ്സ്, പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ അവരെ പാം ട്രീയിൽ നിന്ന് കിട്ടുന്ന മിൽക്ക്, അതാണ് അവിടുത്തെ ഏറ്റവും കോമൺ മിൽക്ക്. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ ഉറങ്ങാൻ ഒരുപാട് ലേറ്റായിട്ടോ. കുറേ പാക്കിങ്ങും 8 പേരുടെ ലഗേജ് പാക്ക് ചെയ്യാനും പിന്നെ നമ്മളുടെ മെയിൻ ലഗേജ് പാക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ ടൈം കുറേ സ്പെൻഡ് ചെയ്ത് ഒരുപാട് ലേറ്റായെന്ന് ഉറങ്ങിയപ്പോൾ. ഇതാണ് ഞാൻ പറഞ്ഞ മലേഷ്യൻ നിക്കാഹ്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഹോട്ടലിലെ ആ ഒരു ബീച്ച് സൈഡിൽ വെച്ചിട്ടാണ് ഈ നിക്കാഹ് നടന്നിട്ടുള്ളത്. ഇതാണ് ബ്രൈഡും ഗ്രൂമും. ഇത് നിക്കാഹ് മാത്രം. ഇവിടെ കുറച്ച് ആളുകളെ ഉണ്ടായിട്ടുള്ളൂ, വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് മാത്രം. റിസപ്ഷൻ പിന്നെ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. പക്ഷേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. ഇതൊന്നും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഒരു മലേഷ്യൻ വെഡ്ഡിങ് ഞങ്ങൾക്ക് മിസ്സായല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ റിലേറ്റീവ്സ് ആട്ടോ ഇതൊക്കെ ഞങ്ങൾക്ക് അയച്ചെന്നത്. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കോർഡിനേറ്റേഴ്സായ ഹംസക്കായും പിന്നെ സെഫിയത്തായും ഈ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്തു. അവരും ഇതുപോലെ കുറേ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നു. പിന്നെ അവരുടെ സ്പെഷ്യൽ ഫുഡ്, പിന്നെ അവരുടെ ഓരോ കസ്റ്റംസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മലേഷ്യയിൽ ആകെ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മളെ കൂടുതലുള്ള ഫാമിലീസിനൊക്കെ ഉണ്ട്. കാരണം ഈ 6 ദിവസം പോയത് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ മലേഷ്യയിലെ ലാസ്റ്റ് ഡേ ആയിട്ട് ഞാൻ ഇൻഷാല്ലാ വീണ്ടും വരാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്.